Hello everybody. Last year, Indian Dental Association Chalakudi branch had put forward a video regarding the mental health of children and adolescents during COVID times. And we were lucky to have Dr. Milu to give us a wonderful talk, and many of our viewers enjoyed it. So this year also we decided to do another video, and we are very lucky and very fortunate to have two wonderful speakers regarding this. This time we are dealing with impact of COVID on adolescent children, and we have Dr. Milu Jofi, head of the Department of Psychology, Prajyoti Niketan College, and also we have Mrs. Shalini Shenoy. She is a vice principal of Crescent Public School and also resource person for CBSE. So we have two wonderful people to advise us regarding the future of our children, especially the higher secondary school grade children, and their mental health, how to handle it. So Dr. Milu, what do you feel? It's been over a year and there's been a lot of confusion, especially among adolescent children. That's what we've noticed. The younger children sort of adjusted to it, but the adolescent children have gone through a lot of changes. So what is your advice to the parents and to the kids? 2019 March onwards, we have been facing the lockdown issues, and the teaching methodology became a hybrid one because everything shifted to online mode of teaching. So online mode teaching like adjustments from the side of the teachers and from the side of the students happened. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിഞ്ഞു വരുന്ന ഒരു സമയമായി ഇപ്പം 2021 ജൂൺ ഓൺവേർഡ്സ് നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒപ്പമുണ്ടായിട്ടുള്ള ഹൈബ്രിഡ് ടീച്ചിങ്ങിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ തുടങ്ങി. Now students are facing lot of psychological disturbances due to this hybrid teaching methodologies, lockdown issues, the continuing COVID situations. Teaching learning quality നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും എത്രമാത്രം കുട്ടികൾ ഗെയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മളിപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ എക്സാംസ് ഫേസ് ചെയ്തു. അതിൻ്റെ ഒരു എക്സാം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു യൂണിവേഴ്സിറ്റി മോഡൽ ബോർഡ് എക്സാം എന്നുള്ള രീതിയിൽ അതിന് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലർക്കും CBSE ISE സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ എക്സാംസ് ഒരു അവരുടെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ, സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ അവരുടെ ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് നടന്നു. പക്ഷേ അത് പലപ്പോഴും പല കുട്ടികളെയും വളരെ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പലർക്കും അത് അവർ വിചാരിച്ചൊരു മാർക്കോ അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് ആണോ ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ വറീഡ് അബൌട്ട് ദ ഫ്യൂച്ചർ, their achievements. They are confused about their achievements, whether they got the marks which they aspired എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനായി. അപ്പോൾ അത് കാരണം തന്നെ അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയും ഒരു കോൺഫിഡൻസിനെയൊക്കെ അത് നന്നായിട്ട് ബാധിച്ചതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പലരും അത് റിപ്പോർട്ട് ചെയ്യുന്നു, പല കുട്ടികളും നമ്മൾ വിളിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ കൺസേൺ അതാണ്, ഇൻ ഫ്യൂച്ചർ വാട്ട് വിൽ ഹാപ്പൻ ടു ദം, വെദർ ദേ വിൽ ഗെറ്റ് ദ ആസ്പയർഡ് ആയിട്ടുള്ള അവരുടെ ഒരു അവർ വിചാരിച്ച കോഴ്സുകൾ കിട്ടുമോ, അതല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്താൽ തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആങ്സൈറ്റീസ് ആർ ഹൈ. ഓൾസോ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾസോ ദേ ഹാവ് എ ബിഹേവിയർ എമേർജ് ലൈക്ക് പ്രോകാസ്റ്റിനേഷൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്ന ടീച്ചേഴ്സും സ്കൂൾ ലെവലിൽ നിന്നൊക്കെയുള്ള ഏറ്റവും വലിയൊരു റിപ്പോർട്ട് അതാണ്, പ്രോകാസ്റ്റിനേഷൻ എന്നുള്ളൊരു ബിഹേവിയർ. എല്ലാം ലേറ്റായിട്ട് ചെയ്യാം, ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യാം എന്നുള്ളൊരു ഇത്, എവിടെയൊക്കെയോ ഒരു അനോണിമിറ്റി കൊണ്ട് സേഫായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആക്ച്വൽ ഒരു എനർജി ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഒരു കൺഫ്യൂഷനാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആങ്സൈറ്റി പലപ്പോഴും അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. മാത്രമല്ല അത് ഹാഫ് വേ വെച്ചിട്ട് നമുക്ക് വിട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പല കുട്ടികളും നമുക്കിപ്പോൾ ഒരുപാട് കേസുകൾ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ്, കംപ്ലീറ്റഡ് സൂയിസൈഡ്, അങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ അക്കാഡമിക് പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്, എൽഡർലി പീപ്പിളിനെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അക്കാഡമിക് സെക്ടറിലുള്ള കുട്ടികളാണ് ഏറ്റവും അധികം
ബാധിച്ചിട്ടുള്ളത്. ഡോക്ടർ മിലു, അത് ഒരു ഭയങ്കര ഒരു സാഡ് സിറ്റുവേഷൻ അല്ലേ, മെനി കിഡ്സ് കമ്മിറ്റിംഗ് സൂസൈഡ് ബിക്കോസ് ഓഫ് ദിസ്. Shalini ma'am, what I wanted to ask you is how did the academic side of it was affected for these children and the management and thank you so much, Dr. Sheetal, for the question. In fact, it's very relevant. See, when the pandemic started, as ma'am said, there was a total shift. We only had offline. We didn't know the difference between online, offline. Teachers in oru idea illayirunnu. School illengil that's it. The school closed, no class. Anganathe oru situation aayirunnu. Most of the teachers were not aware of all the possibilities of online classes, technological tools, online tools. But within a span of 1 month, most CBSE schools, she said March it was closed, by April 25th these kids started getting their classes. We are speaking about that age group, no, grade 9 to 12. Now when I say this age group, why I am specifying this is, you must have all heard about NEP 2020, which was published last year. Adil actually there are 4 different categories. Till now it was 10 plus 2. ഒരു മേജർ പെഡഗോജിക്കൽ സ്ട്രക്ചർ, ന്യൂ സ്ട്രക്ചർ വന്നിട്ടുണ്ട് അതിൽ. ദാറ്റ് ഈസ് 5 plus 3 plus 3 and 4. 5 till class 12, class 2. Then the next is the preparatory stage. Then the middle class, that is till 8th, and then we have secondary level. We do not have senior secondary and secondary now. It's from 14 to 18 we have secondary section. That is what the NEP suggests. The changes have not yet come. Since we are speaking about this category, we could say these are problems related to secondary level from grade 9 to 12. Now, endakayirnu changes. Okay, last year of course board exams illayirnu, but this year CBSE, I'll speak more about CBSE because I am working in a CBSE school. The academic year is divided into 2 now. Okay, that's good, because according to NEP there should be a reduction in curriculum. Adana oru basic point parnadu. So they have cut down on the syllabus, so and it's divided into 2 terms. So already syllabus കുറവാണ്, 2 terms ആയിട്ട് വെച്ചിട്ടുണ്ട്. But there's a change. ഇപ്പോൾ എല്ലാ MCQs ആണ്, എല്ലാ subjects, even English. So you can ask me, how are you going to test writing skills? Very, very interesting, because our teachers are trained. ഇത് വെറുതെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് യു ടീച്ച് അങ്ങനെയല്ല. CBSE has got training programs for free webinars for teachers, students. Appo those who have taken advantage of it, they are at the safer side. So, and what is the advantage of these MCQs? By hearting any particular, you have to understand the concept. That is what NEP has told, and that is what will bring a change in educational scenario. So the first attempt November 15th to December 15th nangalde first term exam, board exam for grade 10 and 12, it's going to start. And yesterday, if you have read in the newspaper, that OMR sheets, details ellam kodutittundu. You can just go to the CBSE website, you get all the details. So ഇത് ഒരു അക്കാഡമിക് ഹേർഡൽ എന്ന് ഞാൻ I would not say, because these kids have been trained, the teachers are trained, the students are trained, but I just feel that till now കുറച്ച് പേര്, as ma'am said, ഇത് നാളെ പഠിക്കാം എന്ന് ഇരുന്ന് പിള്ളേർക്ക് maybe it will be difficult. Otherwise, if you have done your daily lessons, if you have followed the classes without hiding behind the camera, doing other things, you will be comfortably doing your exams. And forget about term 1 and term 2 where a syllabus, where a lessons aayirikkum. Okay, so I think they'll be able to do it well, provided they do their daily lessons. That's what I feel about the academic side of CBSE and NEP. Shalini ma'am, that was really excellent, because
there is a big change in the study pattern. Last 1 year, it was a big confusion. You can say it's a big confusion, not just in the school academic side, the psychological side, the home side. I think everything was a confusion from what I've understood, because everyone was learning, including the teachers, the children. So, Dr. Milu Appam, I feel that last 1 year, you can practically say the psychological impact on the students was really bad. So, how can you help in it? I mean, what is your advice? I mean, I feel when you hear such things, the children are going to suffer so much. How are you going to pull the child out of it? Because again, we are going into a new system, which is not going to help them. So, what do you feel about it? Yeah, Dr. Sheetal, as we were discussing, during the last 1 year, due to the drastic technological innovation in the academic field, there were drastic changes happened with regard to the learning nature of the students as well as the behavior of individuals. So, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ the learning atmosphere changed to home environment. There is no differentiation between a classroom and a home environment. Everything is, the place is the same. So, അവിടെ ഒരു ന്യൂ കൈൻഡ് ഓഫ് അക്കോമഡേഷനാണ് വേണ്ടി വന്നത്. നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു സറൗണ്ടിങ്ങിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സറൗണ്ടിങ് ദാറ്റ് വി ഹാവ് ടു അക്കോമഡേറ്റ് വിത്ത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് അനോണിമിറ്റി ഉണ്ട് അവിടെ. നമുക്ക് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ത്രട്ടില്ല. വി ആർ ബിഹൈൻഡ് ദ ക്യാമറാസ്, നോ വൺ ഇസ് വാച്ചിങ് അസ്, all the windows are shut, so we are comfortable. But last time when I was talking with a parent, she was reporting that her child who is studying 9th standard, she was sitting alone in the room, closing the doors. Okay, and she was reporting that I am attending class. In between she is sleeping, everything she is doing. Okay, the parent is unable to control the behavior, and whenever she is trying to control the behavior, the child is becoming very stubborn. Okay, even she throws tantrums. Okay, so they are all fearful. At the same time, another student was reporting that the family atmosphere is very pathetic. If the teacher is asking him to open the cameras, he is afraid to do that because the background is not that okay. So, all these different varieties of situations are happening. But when you take the other situation, when the student was in the classroom, they were safe. എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ കുട്ടികൾ അത് ചിന്തിക്കുന്നുണ്ടാവും. The school atmosphere was far better than a classroom plus a home atmosphere kind of a thing. അപ്പോൾ അവിടെ പിന്നെ വേറൊരു ബിഹേവിയർ നോക്കുകയാണെങ്കിൽ they were all comfortable with examinations. Sometimes I found out some behaviors in children that those who were securing low marks, nowadays they are getting more marks because Google search, everything is there, and we are unable to monitor all these aspects as a teacher. സോ അങ്ങനെയുള്ളൊരു ലേണിംഗ് പാറ്റേൺ അവർ പഠിച്ചു. അവർ കംഫർട്ടബിളാണ്, അവർക്ക് വേറെ പ്രശ്നമില്ല. എക്സാം നടന്നാലും മുൻപുണ്ടായിരുന്ന പോലത്തെ എക്സാം ആങ്സൈറ്റീസ് ഇല്ല. ബട്ട് ദോസ് ചിൽഡ്രൻ ഹൂ വാസ് സെക്വറിങ് ഹൈ മാർക്സ്, അവരെ സംബന്ധിച്ചുള്ള ഇതെല്ലാം ഒരു ദേ വർ ലിറ്ററലി സ്പീക്കിംഗ് ദേ വർ ഓൾ ഷാറ്റേർഡ്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇനി അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അവരുടെ മാർക്സ് ഇപ്പം അത് ശരിയായിട്ടുള്ള മാർക്സ് അവർക്ക് കിട്ടുമോ, വാലുവേഷൻ ഇപ്പോൾ വാലുവേഷൻ കഴിഞ്ഞാൽ പോലും അവർക്ക് റീസണബിൾ ആയിട്ടുള്ള മാർക്ക് തന്നെയാണോ കിട്ടുന്നത്, അങ്ങനെയുള്ള ആങ്സൈറ്റീസാണ് ഇപ്പം വരെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഡ്യൂറിങ് ദിസ് ദ കോവിഡ് സിറ്റുവേഷൻ ഇസ് കണ്ടിന്യൂയിങ് അല്ലേ, ബട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് ആർ സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളെ നമ്മൾ ഈ പറഞ്ഞ കുറേ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരും ഹാൻഡ് ഇൻ ഹാൻഡ് പോയാൽ മാത്രമേ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ഓപ്റ്റമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് തന്നെ കീപ്പ് ചെയ്യാം. എല്ലാം മോശമല്ല സംഭവിച്ചിട്ടുള്ളത്. കാരണം ലേണിംഗ് സിറ്റുവേഷൻ മാറ്റി വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് വന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു വളരെ ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത് ആ ഒരു ചേഞ്ച് ഇസ് വെരി പോസിറ്റീവ്. ബട്ട് അതർ സൈഡ് നമുക്ക് പാരൻസ്, ടീച്ചേഴ്സ്, അക്കാഡമീഷ്യൻസ്, മാനേജ്മെൻറ്റ് എല്ലാവരും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മിലു പറഞ്ഞ ഒരു പോയിൻ്റില്ലേ, ഹൈഡിങ് ബിഹൈൻഡ് ദ ക്യാമറ
and the below average to average കുട്ടികൾക്കാണ് advantage ഈ last 1 year വന്നത്. അതൊരു ഭയങ്കര fact. Being a parent, and many of the parents, many of my friends have said that, you know, കുട്ടികളെ കൺട്രോൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട് വന്ന്, they have their own style. അതൊരു വലിയ പോയിൻ്റാണ്. What I want to ask you also, Shalini ma'am, regarding that itself, you know, that's a big change. You said you're going to bring in MCQ questions to basically, ഇപ്പോൾ ഇതിൽ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് is to the below average and the average child, because MCQ questions എന്ന് പറയുമ്പോൾ you have to be thorough. And how is ഇപ്പോൾ ഇത്ര ഒരു വർഷം ഒരു ലേഡ് ബാക്ക് ഒരു ഹൈബർനേറ്റിംഗ് പീരിയഡ് എന്ന് പറയാം, അത്രയൊരു ലേഡ് ബാക്ക് സിറ്റുവേഷനിൽ നിന്ന് ഹൗ ആർ യു ഗോയിങ് ടു ബ്രിങ് ദ ചൈൽഡ് സഡൻലി ഇൻ ടു എൻ MCQ ലെവൽ? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു എഫക്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ ചൈൽഡ്? പ്രത്യേകിച്ച് for these average and below, the better, the very good students, naturally they'll pick it up fast and might be a big advantage for them. But for the average and the common children, the below average children, that's going to destroy them completely, isn't it? So what can you do for that? Dr. Sheetal, this is not a sudden jump. Last year തന്നെ previous batch it was 50% descriptive, 50% MCQs. So ഈ പിള്ളേർ ഇപ്പോൾ 10th 12th ഉള്ള they have written exam with 50% MCQs, but it's a different question. അത് ഓഫ്ലൈൻ അല്ലായിരുന്നു, ഓൺലൈൻ ആയിരുന്നു. So as she said, there were instances when they could get it easy, you know, it was easy for them. But they were introduced to MCQs maybe even 2 years before actually the pandemic started. Slowly അത് introduce ചെയ്തിരുന്നു. For example, in social science 20% marks was for MCQs, only 80 written, ബാക്കി 20 ഇങ്ങനെ one word ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് സ്ലോലി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ലാസ്റ്റ് ഇയർ ഓൾസോ വി ഹവ് ട്രെയിൻ ദീസ് കിഡ്സ്. സോ ആൻഡ് വാട്ട് യു സെഡ് ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ്. ഐ വുൾ നോട്ട് ആക്സെപ്റ്റ് ദറ്റ് above average easily score ചെയ്യുന്നു. Actually the average mark has gone up, Dr. Sheetal, because there are questions which are simple. അതിൽ MCQയിൽ തന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും you know attempt ചെയ്യാൻ പറ്റുള്ളൂ. Psychologically they will be in a better position now. The lowest mark in our pre-board exam was 28 out of 40 and the highest was not 40, around 38 out of 40. So you're slowly weaning Yes, but if it was a descriptive exam, maybe you will get 15, പിന്നെ ഗ്രേസ് മാർക്ക് ഇട്ടിട്ട് ജമ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ പിള്ളേർക്ക് ഇത് ആക്ച്വലി അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ റൈറ്റിംഗ് പ്രോബ്ലം ഉള്ള പിള്ളേർക്കൊക്കെ ദേ ജസ്റ്റ് ഹാവ് ടു റീഡ് ആൻഡ് സംടൈംസ് ദാറ്റ് ഇങ്കി പിങ്കി പോങ്കി വർക്ക്സ് ഹിയർ ആൻഡ് ദെയർ ആൻഡ് ദേ കെൻ സ്കോർ മാർക്സ്. സോ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് എ ഗുഡ് ആക്ച്വലി ഇനിഷ്യേറ്റീവ് ഫ്രം CBSE, and I think it's slowly getting into all kinds of, in all the other boards also. And having said this, second term fully MCQ alla, idu 40 marks from MCQs, 10 internal grades. Again next term 10 marks internal grades marks undu. Pinna 40% will be a combination of descriptive and MCQ based on the situation. Ipo pattu we can't say board exam nadtham Marchil. If not, they will take term 1 marks കൂടുതലായിട്ട്, I mean percentage of marks അങ്ങനെയൊക്കെയാണ്. and it is clearly told to the parents, to the students, to the teachers. You can always go to their website and check. So it's more transparent. അങ്ങനെ അതിൽ എനിക്ക് മനസ്സിലായില്ല, nobody can say, no stakeholder can say that. Management, teachers, parents, students, it's clear, it's transparent. പിന്നെ what steps teachers have taken is online. Actually online ഉള്ളപ്പോൾ ഈ MCQs പഠിപ്പിക്കാൻ ഈസി ആയിരുന്നു. You can put it on the screen, they can look. ഇപ്പോൾ ഓഫ്ലൈൻ അവർ വരുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, സെപ്പറേറ്റ് കോപ്പീസ്, you know, it is now I think for us normal is online classes, teachers ayalum, students ayalum. So actually I think they are prepared, and I don't think we'll have failures. And I am a parent myself. I see my daughter a bit more relaxed because she does not have to by heart those theories anymore. You know it,
you can attempt MCQs. You don't have to sit and mug up and write the same thing. So I think this is going to help them do better. Okay. Shalini ma'am, അത് പറഞ്ഞു തന്നത് നന്നായി, because many of us parents അതാണ് worried ആവുന്നത്, because you jump, when I studied, ഒരു essay എന്ന് പറഞ്ഞ 10 marks, ഒന്നും പറഞ്ഞില്ല, ഒരു 5 point എഴുതിയാലും നമുക്കൊരു 2-3 മാർക്ക് കിട്ടും. You write an objective type and then you don't get it, you finish, the whole thing is gone. That was the biggest fear when it came to my child also. Now like അതാണ് ഇപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്. മാം പറഞ്ഞ പോലെ the curriculum is really focusing. ഇപ്പോൾ ഇത് കേട്ടിട്ട് എനിക്കിപ്പോൾ ഒരു സമാധാനമായി. I feel കുറച്ച് കുട്ടികൾക്ക് സ്ലോ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഗ്രേഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഫസ്റ്റ് ടേമിൽ മാർക്ക് വെച്ചിട്ട് ഒക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്. ഇപ്പോൾ നമുക്കൊരു റിയലി കോൺഫിഡൻസ് വന്നു. പക്ഷേ വാട്ട് ഐ വോണ്ട് ടു ആസ്ക് ഡോക്ടർ മിലു ഇസ്, ഈ ഒരു കാലഘട്ടം മൊത്തം ഈ ഹൈഡിങ് ബിഹൈൻഡ് ദ ക്യാമറ, പേരൻസിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ പേരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല. ഇപ്പം വീട്ടിൽ ഇരുന്നിട്ട് പോലും പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഇനിയൊരു സ്കൂൾ, ഇപ്പോൾ തന്നെ അവർക്ക് പല കുട്ടികൾക്കും സ്കൂളിൽ പോകണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാണ് ഒരു പുതിയ അക്കാഡമിക് ലെവലിലേക്ക് പുഷ് ചെയ്ത് കൊണ്ട് വിതൗട്ട് ഡാമേജിങ് ദ സൈക്കോളജിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്, ഹൗ ക്യാൻ വി ഗോ ഇൻ ടു ദ സിസ്റ്റം? അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രോബ്ലം ഐ ഫീൽ. യെസ് ഡോക്ടർ ശീതൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ആർ സർട്ടൻ അക്കാഡമിക് ഡാമേജസ് ഹാപ്പൻ ടു ചിൽഡ്രൻ, അവരുടെ സ്റ്റഡി പാറ്റേണിലാണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും. ബട്ട് വാട്ട് ഐ വാണ്ടഡ് ടു സേ ഇസ്, ഇൻ ഫ്യൂച്ചർ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ളൊരു കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ എല്ലാവരും യൂസ്ഡ് ആയി. I think as a teacher, what I feel is online mode was more comfortable. Now I will say that. In the initial time, it was totally different. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഐ തിങ്ക് ഫോർ ദ ടീച്ചേഴ്സ് ആൻഡ് ഫോർ സ്റ്റുഡൻസ് ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. ദെൻ ഇപ്പം നമ്മൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സജഷൻസ് നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പം എല്ലാ ബോർഡും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കീപ്പ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസിന് അവരുടെ ഒരു അച്ചീവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലും അവരുടെ സെൽഫ് എസ്റ്റീമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുമാണ് ബോർഡ് പുതിയ രീതിയിലുള്ള, നമുക്കറിയാമല്ലോ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സാണ്, എല്ലാവർക്കും ലേണിംഗ് പ്രോസസ്സാണ്. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഐ ആം ഓൾസോ ലേണിംഗ് ലോട്ട് ഓഫ് ന്യൂ സ്കിൽസ് ഡ്യൂറിങ് ദീസ് ഡേയ്സ്. അപ്പോൾ എല്ലാവരും ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ എല്ലാ ബോർഡുകളും അവരുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ആലോചിക്കണം. ഏതാണ്ട് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു മോണിറ്റർ ദ റുട്ടീൻ ഓഫ് ദ ചൈൽഡ് ഡെഫിനറ്റ്ലി. കാരണം ഓൺലൈൻ മോഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 o'clock ക്ലാസ് ആണെങ്കിൽ നമുക്ക് 8:55 എഴുന്നേറ്റാൽ മതിയായിരുന്നു. ദെൻ വി ഹാവ് ടു ജസ്റ്റ് വി ഹാവ് ടു എൻ്റർ ദ ക്ലാസ് റൂം, ദാറ്റ്സ് ഇറ്റ്, ഓൺലൈൻ ക്ലാസ് റൂം. ദെൻ വി ക്യാൻ സ്വിച്ച് ഓഫ് ദ ക്യാമറ ആൻഡ് വി വർ സേഫ്. ബട്ട് ഇപ്പം ഞാൻ റുട്ടീൻ എന്നുള്ള സംഭവത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് കുറേ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല മടിയാണ്, ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ. മാത്രമല്ല അവരുടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് വർ ചേഞ്ച്ഡ്. അത് ഫാമിലിയുടെ അകത്തുള്ള മെമ്പേഴ്സായിട്ട് അവർ ഉള്ള റിലേഷൻ കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും ഇനീഷ്യലി ഫാമിലിയായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ലേറ്റർ ഓൺ ആസ് ദ പാൻഡമിക് സിറ്റുവേഷൻ വാസ് കണ്ടിന്യൂയിങ്, ലോക്ക്ഡൗൺ വാസ് കണ്ടിന്യൂയിങ്, ആ ഒരു ഇൻട്രാക്ഷൻ്റെ ലെവൽ കുറഞ്ഞു. മാത്രമല്ല സോഷ്യൽ മീഡിയ ബിക്കെയിം മോർ ആക്റ്റീവ്. അപ്പോൾ അവരതിൽ കുറച്ച് അഡിക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല, കാരണം ദ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. നമുക്ക് ടോട്ടലി വി കനോട്ട് അബാൻഡൻ ഓൾ ദീസ് ഓൺലൈൻ ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് അബാൻഡൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള റോളാണ് പേരൻസും ടീച്ചേഴ്സും പ്ലേ ചെയ്യേണ്ടത്. കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ സപ്പോർട്ടീവായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എക്സാം ആങ്സൈറ്റീസ് ആർ സ്റ്റിൽ ദ ഫോർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇനി ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഇനി എക്സാം എങ്ങനെ എഴുതും, അതിനുള്ള കണ്ടൻറ്റ് എനിക്കുണ്ടോ, ഓൺലൈനിൽ കേട്ട ക്ലാസ്സുകളൊക്കെ എനിക്ക് ഇഫക്റ്റീവ് ആയോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. സോ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് പ്ലേ എ സപ്പോർട്ടീവ് റോൾ ഫോർ ദ ലേണിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ദെയർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഗെയിൻസ്. അവിടെ നമ്മളൊരു സപ്പോർട്ടീവ് റോൾ എന്തായാലും പ്ലേ ചെയ്യണം. നമുക്ക് ബ്ലണ്ടായിട്ട് നമുക്ക് അവരോട് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയല്ലായിരുന്നു, നീ പഠിച്ചില്ലായിരുന്നു എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഇനിയുള്ള ക്വാളിറ്റി ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതിനെ അവരെ സപ്പോർട്ട് ചെയ്യണം. ദെൻ
മേജറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മേജർ ഇഷ്യൂസ് ഇൻ ബിഹേവിയർ ഓർ ഇമോഷണൽ ലെവലിൽ കാണുവാണെങ്കിൽ ടീച്ചേഴ്സ് ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ഈസിലി ഇൻ ഓഫ്ലൈൻ മോഡ്. അതുപോലെ തന്നെ പേരൻസിനും അത് മനസ്സിലാക്കാം. ബിഹേവിയറൽ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാൻഡ്രംസ് ഒക്കെ കാണിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്റ്റബേൺനെസ്, ഇറിറ്റബിലിറ്റി, പിന്നെ ലാക്ക് ഓഫ് ഇൻറ്ററാക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ദീസ് കൈൻഡ് ഓഫ് ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് എ കൺസൾട്ടേഷൻ. Either they can be referred to a clinical psychologist, or if the problems are more than that, they can refer to a psychiatrist. അത് ഇപ്പം കുറേ കുട്ടികൾക്ക് അങ്ങനത്തെ മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് പ്രോപ്പർ മാനേജ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും കുറേ നാൾ വീടിനകത്ത് വെറുതെ ഇരുന്ന് ഫിസിക്കൽ എക്സേർഷൻസ് ഒന്നും ഇല്ല കുട്ടികൾക്ക്. അപ്പോൾ അവർക്കൊരു എക്സസൈസ് ഇല്ല, ഫിസിക്കൽ എക്സേർഷൻസ് ഇല്ല, ഒരു റൂമിനകത്ത് ഒരു സ്ക്രീനിലോട്ട് മാത്രം നോക്കിയിരുന്ന കുട്ടികളെ നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഗ്രാജ്വലി എനിക്ക് തോന്നുന്നു ഒരു എക്സ്പോഷ്യർ, ഒരു ബ്രീഫ് എക്സ്പോഷേഴ്സ് കൊടുത്ത് ആ ഒരു എബിലിറ്റീനെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. നമ്മളൊരു ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തു, ഓഫ്ലൈൻ മോഡ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതല്ല നമ്മളുടെ പ്രയോറിറ്റി ആയിരിക്കേണ്ടത്. ക്ലാസ്സിലോട്ട് വരുന്ന ഒരു 1 ഇയറിൻ്റെ ഒരു വേറിട്ട ഒരു വഴിയിലൂടെ പോയ കുട്ടികളെ വൺസ് ദേ ആർ ഇൻ ക്ലാസ് നമുക്ക് ആ ഒരു ഒബ്സർവേഷനും കൂടെ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതർവൈസ് ഈ ആങ്സൈറ്റീസും സ്ട്രെസ്സും ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ കീപ്പ് ചെയ്യാം. സോ ബേസിക്കലി ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പേരൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചാടിക്കയറി നാളെ തൊട്ട് സ്കൂളിൽ പോകുക എല്ലാം നോർമൽ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അല്ലേ? വി ഹാവ് ടു ഗോ ടേക്ക് ബേബി സ്റ്റെപ്സ്. നമ്മൾ നമ്മുടെ കുട്ടിക്ക് ആ ബേബി സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ പണി കിട്ടും. നമ്മൾ പെട്ടെന്ന് ചാടി തുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടീനെ അത് ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പം Shalini ma'am, so what has the school, the management and the teachers, how are they prepared for getting the kids back to the offline classes? How are they prepared about it? Dr. Sheetal, that's a very relevant question. As far as schools are concerned, if already we have WhatsApp groups, it's a common trend. School ayalum, college ayalum, KG class ayalum, we all have that WhatsApp group. So we start, so most schools what they do is oru video aito, what are the precautionary measures, adaka maybe probably 1 month ago tanne todangi. So this is how you are supposed to come to school and all that. And as far as our school is concerned, we did not have a grand welcome. I mean, what we felt was, let them feel as if they are coming back to their school, normal. You were coming to school, you are again coming. And no advice, ee pillarku no advice ishtilla, mask ingane idad, they know about it. Have some fun posters around, different title, teachers തന്നെ ഡ്രോ ചെയ്തതോ ഇപ്പോൾ സ്റ്റുഡൻസ് ചെയ്തതോ, യു പുട്ട് ഇറ്റ് അക്രോസ് ദ ബാൽക്കണി. അപ്പോൾ അത് അവർ വായിക്കും. പിന്നെ ഡോണ്ട് യു സ്റ്റിക്ക് ദോസ് തിങ്സ്, ഇവിടെ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആ ഫുട് പ്രിൻറ്റ്സ് പോലെ അത് ചെയ്യുക. ഡോണ്ട് ടെൽ ദം ഡോണ്ട് ഗോ ക്ലോസ്. വെൻ ദേ സീ ദാറ്റ് ദേ ആർ ബിഗ്, ദേ വിൽ ഡു ഇറ്റ് instead of being after them. And then uniform ipa compulsory alla, so let them first come to school, let them feel that it is just the extension of their online classes. Pinne first 2 days ഒക്കെ ഇപ്പോൾ തുടങ്ങി school, we were stressing on socialization aspect. We did not teach them actually. On the first day when they came, it was like singing, ഒരു അസംബ്ലി ഉണ്ടായിരുന്നു, മെയിൻറ്റെയിനിങ് ഓൾ കോവിഡ് പ്രോട്ടോക്കോൾ ഇൻ ആൻ ഓപ്പൺ ഏരിയ, ക്ലാസ് വൈസ് ആയിരുന്നു. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത്, കുറച്ച് കൂടുതലാണെങ്കിൽ 2 classes were brought together and ഒരു അസംബ്ലി പോലെ where they could sing, they could perform on stage after many days. അപ്പോൾ let them feel at home. Let us reintroduce nature to them, reintroduce books, library to them. ഇതുവരെ എന്താ ചെയ്യുക, ദേ വർ ഓൺലി ഡൂയിങ് ഓൺലൈൻ തിങ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ സ്മോളർ ക്ലാസ്സസ്, വാട്ട് വി ക്യാൻ ഡു അറ്റ് സ്കൂൾ ഈസ് ഡോണ്ട് ഫോഴ്സ് പാരൻസ് ടു സെൻഡ് ദം ഇഫ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ. വി ക്യാൻ ഹാസ് മാം സെഡ് ഹൈബ്രിഡ് ക്ലാസ്, ടീച്ചർ ഇൻ ദ ക്ലാസ്, ലാപ്ടോപ്പ് ആയിട്ട്
Those who come to school, offline class. Others can see the teacher through the camera at home. So they are not missing anything. Parents tensed alla. And once the parents are convinced, okay, school safe, let them start sending the students to the school. These are things that school authorities can do. You can invite parents to the school so that they can check what is happening at school. So students ullappa possible alla, evenings akka vannu they can be invited, they can see. One important thing is ee break time akka monitor cheyanam, different break time for different classes. That's very that is every school is doing that. Pinne break time duty for teachers, different washrooms for different category of students. So idakka yes, so pinne sanitize, and children get to see it during the break. They see chechis cleaning Dettol other, like all those things. So things should be more transparent. I think the school ingane cheyyumba maybe children are also at ease. Illengil parents veetil ingane ayyo safe aano nu parayumba, so awareness for the parents can come and see. And at the same time, let's not make it something grand, something new. Let it be a gradual change. Let us help them to be that normal school. Let them get it back. I think these are things, and of course our teachers must be happy. They have to manage online and offline classes. So all these things, schools should take care of. I think so. So Shalini ma'am parne pole, so you have taken all the precautions. What you said is true. Instead of making a big hoo-ha about you've just come after a pandemic, just gradual process aagumbo I think it will be a lesser impact. Aarum oru behalam undakade, I think that's a very good idea. What you all have taken in is a very good idea. എനിക്ക് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, what is your advice to these higher secondary, നമ്മൾ സെക്കൻഡറി ഇപ്പം എക്സാം കഴിഞ്ഞവർ, എക്സാം എഴുതാൻ പറ്റിയില്ല, പിന്നെ ഇപ്പോൾ എക്സാം ഗോയിങ് സ്റ്റുഡൻസും അവരുടെ പേരൻസിനോട് what is the advice do you have to give? ഓക്കെ ഡോക്ടർ ശീതൽ, അതൊരു എനിക്ക് തോന്നുന്നു വൈൽ കൺക്ലൂഡിങ് ദ ടോക്ക് ദിസ് ഇസ് റെലവൻറ്റ് വൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റാതിരുന്ന കുട്ടികളുണ്ട്, എക്സാം എഴുതിയ കുട്ടികളുണ്ട്, അഡ്മിഷൻസ് സീക്ക് ചെയ്യുന്നവരുണ്ട്. all of them have got certain kind of issues and clarity problems. ഈവൻ എനിക്ക് തോന്നുന്നു അതോറിറ്റീസിന് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇതൊരു ഹൈബ്രിഡ് ഒരു കാലഘട്ടമാണ്. എല്ലാം എവറിത്തിങ് ഇസ് ന്യൂ. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള എറേഴ്സും ചിലപ്പോൾ ഒരു പക്ഷേ അതിലും ഒരു നോവൽറ്റി ഉണ്ട്. അതും എങ്ങനെയാണെന്നുള്ളത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്, അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ആസ് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഈ പറഞ്ഞ വിഷയങ്ങളിൽ അധികം നമ്മൾ ഓവറായിട്ട് അതിൻ്റെ സ്ട്രെസ്സ് മുഴുവൻ നമ്മൾ എടുക്കണ്ട. കാരണം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഗ്രാജുവലി ദർ വിൽ ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ആരും ഒരു കുട്ടിയെയും നമ്മൾ എന്താ പറയുക, ഒരു അക്കാഡമിക് പാസ് ഔട്ടിന് ശേഷം അവരെ ഒരു വലിയൊരു ദുരന്തത്തിൽ ആരും കൊണ്ട് പെടുത്തില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യമല്ല. സോ വാട്ട് ദേ ഹാവ് ടു ഡു ഇസ് അടുത്ത സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം. അത് പാരൻസിനോട് ചേർന്ന് നിന്ന് ഡിസ്കസ് ചെയ്ത്, ഈവൻ ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് ദെം ടു ഓപ്റ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി കുട്ടികളെ എക്സാമിന് ഒരുങ്ങുന്നവരുണ്ട്, അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങളുടെ മുമ്പിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഞങ്ങൾക്കത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ടു യുവർ പ്രിപ്പറേഷൻസ്. അക്കാഡമിക് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ഔട്ട്കം എന്താവും എന്നുള്ളത് ആലോചിച്ചിരുന്നാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ആങ്സൈറ്റീസ്. അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പം. കാരണം ഇപ്പം നമുക്ക് ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ഗവൺമെൻറ്റൽ സൈഡ് തന്നെ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയായിരിക്കും അടുത്ത ഒരു ബാച്ച് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം പ്രിപ്പറേഷൻസ് വേണം. എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അക്കാഡമിക് സൈഡിലൊക്കെ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ആയി വരുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസ് ആണെങ്കിലും ഈ ഒരു വറി കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അതിനെ മോണിറ്റർ ചെയ്യുക. ഗാഡ്ജറ്റ്സ് പലപ്പോഴും ആവശ്യമുണ്ട് നമുക്ക്. കാരണം ഓൺലൈൻ ഓഫ്ലൈൻ മോഡിലാണല്ലോ ഇപ്പോൾ ക്ലാസ് പോകുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ട്. പക്ഷേ അത് കൂടുതലായിട്ട് അതിനകത്ത് അഡിക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാം.
വളരെ പാരനോയിഡായിട്ട് അപ്രോച്ച് ചെയ്യാതെയും ഇരിക്കാം. കാരണം കുട്ടി ഏത് നേരം ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയുന്നു പാരൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷനിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്ത് അതിന് പാരൻസിനെ അവരെ ഹെൽപ്പ് ചെയ്യാം. ദെൻ ടീച്ചേഴ്സാണ് ഏറ്റവും വലിയ സോഴ്സ്. കാരണം ടീച്ചേഴ്സിനെ അറിയാം കുട്ടികളെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ടീച്ചേഴ്സിനെ അറിയാം. അപ്പോൾ ആർക്കാണ് കൂടുതൽ ഹെൽപ്പ് വേണ്ടത് അവരെ കുറച്ചും കൂടെ ഒരു ആഫ്റ്റർ ക്ലാസ് ടൈം അവരെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാം. ഓൺലൈൻ എന്നുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ദർ ഇസ് എ പ്രൊവിഷൻ ടു പ്രൊവൈഡ് അഡീഷണൽ മെറ്റീരിയൽസ്. അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിനൊക്കെ പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു ആദ്യത്തെക്കാളും ഈസിയായി. കാരണം മറ്റേത് നമുക്ക് ഫിസിക്കൽ പ്രസൻസിൽ അത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ മോഡിൽ എല്ലാവരും കംഫർട്ടബിൾ ആയപ്പോൾ എനിക്ക് തോന്നുന്നു അഡീഷണൽ കോച്ചിങ്ങൊക്കെ ടീച്ചേഴ്സിനും ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. വറി ചെയ്ത് ഫ്യൂച്ചർ എന്താവും എന്ന് ആലോചിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലൂടെ അല്ല ആരും കടന്നു പോകുന്നത്. കാരണം അത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും പ്രൊഫഷണൽസിൻ്റെ ഭാഗത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട് 1 ഇയർ. പക്ഷേ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് എവറിത്തിങ് വിൽ ബി ഓക്കെ എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ അതിന് ഒരു പ്രിപ്പറേഷൻ വേണം. ഈ പ്രിപ്പറേഷനിൽ നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് കുട്ടികൾ ആലോചിക്കണം, പേരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആലോചിക്കണം. അതിൽ ഓവർ വറി എന്നുള്ള സംഭവം പാരൻസ് പലരും കീപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് എന്തായാലും അത് അങ്ങനെ ഒരു ഓവർ വറി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാരൻസ് ഷുഡ് അണ്ടർഗോ സർട്ടൺ കൺസൾട്ടേഷൻസ്. ഓക്കെ. ദെൻ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സും നമുക്കറിയാം അവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഓൺലൈൻ ഓഫ്ലൈൻ 2 മോഡിനെയും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരുപാട് ടെൻഷനും വറീസും ഉണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത് എഫക്റ്റഡ് ആണ്, അവരുടെ ഹെൽത്ത് എഫക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ഫ്യൂച്ചർ ഇസ് ദർ ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈസിലി അത് ഒരു വിത്തിൻ ഫ്യൂ മന്ത്സിൽ അത് ഒന്നുകൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും ഇരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ മിലു. താങ്ക് യു ഷാലിനി മാം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പേരൻസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുട്ടികൾ പ്രത്യേകിച്ച് there is nothing to worry about. From what we felt പാൻഡമിക് തുടങ്ങിയപ്പോൾ ടെൻഷൻസും അയ്യോ അഡിക്ഷനെ പറ്റിയും എല്ലാം നമ്മൾ അത് ഓറിയൻറ്റഡ് ആയിട്ട് പോയാൽ വി ക്യാൻ അച്ചീവ്. ആക്ച്വലി ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത്. സോ ബേസിക്കലി പേരൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ പോലെ കുട്ടികളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ടെൻഷൻസ് എല്ലാം കയറ്റി വെക്കുന്നതിന് പകരം നിങ്ങൾക്കും വേണമെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഹെൽപ്പ്. അതേപോലെ കുട്ടികൾ ഇത് ഓർത്ത് ടെൻഷൻ അടിച്ച് എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് പറഞ്ഞ് പേടിച്ച് സൂസൈഡ് ചെയ്യാനും ഒക്കെ പോകുന്നതിന് പകരം ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പേരൻസ്. ആ ഒരു ഓപ്പൺ ടോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി ബെറ്റർ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് നിങ്ങളുടെ ടോക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ ഫീൽ പേരൻസ് ക്യാൻ റിലാക്സ്, children can relax. There is no doubt we can succeed if we cooperate. എല്ലാവരും ടുഗെദർ ആയിട്ട് മൂവ് ചെയ്ത് അത്രയും ചേഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി വന്നത്. സോ ഐ ഫീൽ വി ക്യാൻ ഡു ഇറ്റ് ടുഗെദർ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട് ആൻഡ് ടോക്ക്. ഐ ഫീൽ മെനി പേരൻസിന് അതൊരു റിലാക്സേഷൻ കുട്ടികൾക്കും ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. താങ്ക് യു. താങ്ക് യു.